നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല ഫുഡൊക്കെ കൊടുത്ത് നല്ല ബബിളി കൊണ്ടുവരും. എവിടുന്നെങ്കിലും ഈ പനി വന്നിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആകെ എങ്ങനെ ക്ഷീണിക്കും കേട്ടോ. 9 കിലോ ആയിരുന്ന അമ്പൂട്ടൻ ഇപ്പൊ 8.5 കിലോ ആയിരുന്നു കേട്ടോ. അതിന്റെ നല്ല സങ്കടം. ഒരു വട്ടം പനി വന്നിട്ട് ഇപ്പൊ ഒരു മാസം തികയുന്നില്ല. അതിനിടയ്ക്ക് ഇതിപ്പോ ടൂറ് പോലെ മാസം വരും. അങ്ങനെ രാവിലെ തന്നെ നമ്മളത് ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആദ്യം പാരഗണി കയറി നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നല്ല മൂഡായിട്ട് പോകാന്ന് വിചാരിച്ചു. കാരണം ഹോസ്പിറ്റലിൽ കയറി എനിക്കറിയാം രാത്രി ആയാലും ഇറങ്ങും, പിന്നെ ഫുഡ് കഴിപ്പൊന്നും നടക്കത്തില്ല. മൃദുലയുടെ ഈ ബാഗ് അക്ഷയപാത്രം പോലെ ഇതിൽ നിന്നൊരു സാധനം എടുക്കണമെങ്കിൽ 1 മണിക്കൂർ സമയം എടുക്കും കേട്ടോ. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഒരു 4 തവണ ഇന്നത്തേക്ക് നെബുലൈസേഷൻ ചെയ്യണമെന്ന്. അത് വെക്കാനാണെങ്കിൽ അമ്പൂട്ടൻ സമ്മതിക്കുന്നതേ ഇല്ല. അവളങ്ങനെ ഫോണും കാണിച്ച് എങ്ങനെയെങ്കിലും ഒരു വിധത്തിൽ എടുത്തു കേട്ടോ. അങ്ങനെ ഡോക്ടറെ ഒന്ന് പരിശോധിച്ചു, ഒരു ഡോസും കൂടി എടുക്കാണ്ട്. അങ്ങനെ നമ്മളത് വെയിറ്റിംഗിലാണ്. അതിനിടയ്ക്ക് അവൾ നഖം വെട്ടി. അങ്ങനെ രാവിലെ 9 മണിക്ക് വന്ന് നമ്മളത് 6:45 ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏത് മൂഡ്, ഹോസ്പിറ്റൽ മൂഡ്. വിശന്നും മനുഷ്യന്റെ പണ്ടാരടങ്ങിയിരിക്കുക കേട്ടോ. നേരെ തിരിച്ച് പാരകളിലോട്ട് തന്നെ വിട്ട്. അമ്പൂട്ടൻ്റെ ഇവിടെ ഫുൾ ഓണാണ്. അവിടെ സർവീസിലെ ചേട്ടനെ നോക്കിയിട്ട് ഭയങ്കര ചിരിയും കളിയാട്ടോ. ഞാനൊരു ചിക്കൻ ബിരിയാണി അങ്ങോട്ട് പറഞ്ഞു. അപ്പോഴാണ് ഒരു ഉന്മേഷം അങ്ങോട്ടായത്. മൃദുലയ്ക്ക് തൊണ്ടവേദന ആയതുകൊണ്ട് നല്ലൊരു സൂപ്പും പറഞ്ഞു, പിന്നെ സാലഡ്. അമ്മയും മോനും എന്താ സ്നേഹം. അമ്പൂട്ടൻ്റെ ഇവിടെ ഉമ്മ വെച്ച് കളിക്കും കേട്ടോ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.